ഞാൻ മെഷീൻ കൊണ്ടുവരും പൊടിയെ കുത്ത് മൂലത്തിരി താൻ പറയുമ്പം ഞാൻ ഇതുമ്മ ടൈറ്റ് ആക്കും. മെഷീനാണ് നുള്ളിപ്പാറിൻ്റെ ഫിനിഷ്. ചങ്ങായിമാരെ, പെരമ്മക്ക് ചാഞ്ഞ ഒരു കിടു ഡേഞ്ചർ തെങ്ങ് മുറിച്ച് ഒരു ഉപദ്രവം കൂടാതെ പീസാക്കി ഇറക്കാൻ വേണ്ടി പോകട്ടെ. വരി ഫസ്റ്റ് സംഭവം കാണിച്ചു കൊടുത്താൽ തെങ്ങ് നിൽക്കണേ ഇപ്പോൾ കൊടുക്കാമെന്നറിയോ? അത് നിർത്തിക്കുകയാണെങ്കിൽ ടാങ്കിന് കേടാണ്. ചിമ്മിണിക്കൂട്, പാരപ്പറ്റ്, സൺസൈഡ്, പോരാത്തതിന് അടിയിലൊരു കിണറുണ്ട്. എല്ലാം ഇരപ്പാക്കി കൊണ്ടിരിക്കുക. അപ്പം നല്ല കായ്ക്കുന്ന തെങ്ങാ. പറഞ്ഞിട്ടെന്താ കാര്യം? സ്വർണ്ണം കായ്ക്കുകയാണെങ്കിലും പെരക്ക് ചാഞ്ഞാൽ വെട്ടണം എന്നല്ലേ? പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് പറയുക, മുറിക്കാനും ഇതിൻ്റെ സംഭവം എന്നല്ല കാണിച്ചു തരുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് മടിയന്മാരായ ആൾക്കാരുണ്ട്. ഇപ്പോൾ സമയം നോക്കിയാണി 4 മണി. ഇന്നിപ്പോൾ 2 വർക്ക് കഴിഞ്ഞ് 3ാമത്തെ വർക്കാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പണികൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തെളിവുമ്പാടാണ് ഇന്ന് സ്റ്റാർട്ട്. തെങ്ങ് മുറിക്കൽ ഡേഞ്ചർ ആണെങ്കിലും ഈ പണി കുറച്ച് സുഖം ഉണ്ടാവും. കാര്യം എന്താ വെച്ചാൽ ചിമ്മിണിക്കൂടും പാരപ്പറ്റൊക്കെ ഇവിടെ ഉണ്ട്. ആദ്യം എന്താ ചെയ്യുക, തേങ്ങാക്കൊല മാത്രം അരക്കച്ചോണ്ട് വെട്ടി നിലത്ത് കറക്കുക. അത് വീണാൽ സൺസൈഡിൻ്റെ തേപ്പ് പൊട്ടും. ഒന്നും പാടാ കടക്ക് സ്പീഡ് പോരട്ടോ, സ്പീഡ് പോരാ. ക്യാച്ച് ഇവ ഒരൊറ്റ സാധനം നാസാക്കരുതേ. ഒന്നും പാടട്ടോ. ക്യാച്ച് സെറ്റ്. ഞാൻ മെഷീൻ കൊണ്ടുവരും. മെഷീൻ കോട്. ഇനി എൻ്റെ വർക്ക് എന്താ അറിയോ, ഓല മൊത്തം വെറുക്കി കൂട്ടിട്ടോ. ഔട്ടനട്ടോ അതിലുമ്പോ കാണാൻ തീർത്തോണ്ട് അതിനാ കൈ സുറ മുസ്താജിൽ മറ ഞാൻ വരണം സാധനം ചോദിച്ചാൽ. ഈ പോക്ക് പോകണമെങ്കിൽ എൻ്റെ വർക്ക് പോട്ടോ. തളപ്പിലാണ് കളി. പുതിയ മുണ്ടുകൊണ്ട് തളപ്പുണ്ടാക്കലൊരു ഒഴിയുള്ള കാര്യമില്ല. അപ്പം പഴയ മുണ്ടെടുക്കുക, തളപ്പ് കെട്ടുക. ഞാൻ കയറട്ടെ. അരക്കയറ്, മൂക്കയറ്, നാക്കയറ് ഒക്കെ തരണം. കൊടേ തേങ്ങ ഓരോന്നോരോന്ന്. മോനെ ഇത് മുറിപ്പിച്ച് തന്നായിട്ടോ. അല്ലെങ്കിൽ എന്തായാലും അടി അടക്കം വീകേണ്ട സാധനം അത്. വണ്ടർലേ പോയാൽ മതിയാ. എടാ തുഞ്ചത്തെ കൊടറ മുതലേ ഉനക്ക് സാപ്പാട് ജാസ്തി, വേലയിൽ ഐഡിയ ഒന്നും കടക്കില്ല. എന്നടാ നീ ഇന്ത മാതിരി ഇവിടെ തുഞ്ചം കൂടെ. രണ്ടൊക്കൊന്ന് കിട്ടിയാലോ? ഞാൻ കയറ് പുറത്ത് കിട്ടാ. ആ കയറ് പുറത്ത് കിടി. ആ മിറ്റത്തേക്ക് ആ ചെറുക്കലേക്ക് അവിടേക്കല്ല എവിടെ കിടി. പുറത്ത് അവിടേക്കൊന്നും വികൂല. ഇത് ഒടുക്ക വികുകയെന്ന് പറയാം. ഇവിടെ വികും. സെറ്റ് കരാറാക്കിയാണെങ്കിൽ വലിച്ച അപ്പുറത്തേക്ക് എത്തിക്കരുത് കേട്ടോ. മതിലോ ഉണ്ടോ? അതിനായി അത് തട്ടൂലേ. അത് 4x2 മുറിയാണേ. വേർക്കും. ആ മുറി എന്ന് പറഞ്ഞാൽ തലമെന്ന വരുന്നേ. ഞാൻ ഓരോ പീസ് ഇങ്ങനെ മുറിക്കും. എടുത്തുകൊണ്ട് ഇങ്ങനെ നിലത്തേക്ക് ഇടുക. കാരണം നിലത്തേക്ക് കറക്റ്റ് മൂല കുത്തിയിട്ട് എയിമായി കഴിഞ്ഞാലേ മെഷീൻ തരാൻ പറ്റുള്ളൂ. ഓക്കെ. ആയില്ല എടുക്കേ. അടുക്കേ ആയിവാ. കുത്തിരി പൊടിയെ കുത്ത് മൂലത്തിരി. ആയിവാ. ഒന്നമ്മ ഉഷാറാൻ വേണ്ടിട്ടോ. എടുക്കേ.
ആ ആ കുത്തി മൂല പൂട്ടെ മോല പൂട്ടെ അയ്യോ എന്നാ വേണ്ട 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 ലാസ്റ്റ് പീസ് കേട്ടോ. അതെ ക്ലൈൻറ്റ് പറയണേ നിങ്ങളടുത്ത് ഏതായാലും മെഷീനില്ലേ നമുക്ക് കരിമ്പ് തിന്നാനൊരു പൂതി ഉണ്ടല്ലോ 2 പീസല്ലേ ഉള്ളൂ അതാണ് മുറിച്ച് കൊടുക്കാന്ന്. പിന്നെ നമ്മൾ ഈ 6000 റുപ്യേൻ്റെ മെഷീനും വാങ്ങിയിട്ട് നമുക്ക് എന്ത് ഫായത ഉള്ളത്? 6000 റുപ്യ കല്ല് വല്ലേ ആവശ്യക്കാർക്ക് എല്ലാം ഉണ്ട് മുറിച്ച് കൊടുക്കുക. മെഷീന് കേടെന്തായാലും എന്താ കല്ല് വല്ലേ നിങ്ങൾ പറഞ്ഞ മാതിരി കരിമ്പ് ഉള്ളോടത്തോളം ഏരിയൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 1 2 ഇതാണ് വമ്പം കരിമ്പടോ. ഓ 2 തോന്നുകയാണെങ്കിലേ എവിടുന്ന് എടുത്തോട്ടെ. എന്താ ഞാൻ മറ്റേ ചെറുതോടെ ഇത് റെഡി ഇതിൻ്റെ ഒരു വാക്കില്ലേനോ ഇതെങ്ങനെ എടുക്കലെന്ന് അറിയാം. ഇങ്ങനെ വിടർത്തിയിട്ട് ഒറ്റ വലി ഇതാ തെങ്ങുമുറി ഉണ്ടല്ലോ ഒരു കേടുപാടും വരുത്താതെ ഫുൾ സെറ്റാക്കി മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ചെറിയൊരു പണിമ്പാട് തന്നുന്നുണ്ട്. കാരണം ഇടയ്ക്കാണ് ഈ കാണുന്ന കിണറുണ്ടല്ലോ കിണറിൻ്റെ ഉള്ളിൽ ഒരു 2 വരിക്ക് പുല്ലുള്ളൂ. അത് വരതി നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പുല്ലുണ്ട്. അതൊക്കെ ഒന്ന് ഒരു ബക്കറ്റൊക്കെ പറിച്ചിടുകയാണെങ്കിൽ നമ്മളേതായാലും വന്നതല്ലേ അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ലയെന്ന് ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ കാരണം ഒരു ക്ലൈൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഓടി വന്ന് പണിയെടുത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് ഇതേപോലൊക്കെ ഓരോരുത്തർ പറയുമ്പം അണ്ട് ചെയ്ത് കൊടുക്കുക. മച്ചാനെ ആ ചവിട്ടി പിടിച്ച കോലില്ലേ ചവിട്ടി പിടിച്ച കയറ് അത് ഒന്നെന്ത് ചെയ്യുന്നറിയോ ടൈറ്റാക്കല്ല വണ്ടി. ആ അത് പൊന്തിക്ക് 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 വലിക്ക് വലിക്ക് ആയിവ വലിക്ക് വലിക്കടാ തോർത്താത് ആ ആ പിടി പിടിച്ചാ നല്ല തെമ്മിൽ പിടിച്ചില്ലേ സെറ്റാട്ടോ. എൻ്റെ അടുത്താണ് നമ്മളെ കളി. ഇതാ ഇത് എൻ്റെ സേഫ്റ്റി ബെൽറ്റാ. ഇത് നേരെ ഇതാ ബടിയും കെട്ടുക സേഫ്റ്റി. അപ്പം എന്തായി താത്താൻ പറയുമ്പം ഞാൻ ഇതുമ്മ ടൈറ്റ് ആക്കും ഇവിടെ താത്തുക സെറ്റ്. അപ്പോൾ 1ക്ക് 2 ഓക്കെ. ആ വക്കറ്റിറക്കി. ഈ കിണറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 വരിൻ്റെ താഴത്തേക്ക് ഉണ്ടല്ലോ ഒരു 5-6 പടവ് ഫുള്ള് ഇടിഞ്ഞ് ഗുഹായി കെടുക്കുക കേട്ടോ. അതിൻ്റെ കാരണത്താൽ ഇവിടെ നിൽക്കണേ 2 കയറ് കാണാൻ പറ്റും. 2 മോട്ടർ ഇപ്പോൾ ഈ കിണറ്റിലുണ്ട്. അതിലൊരു മോട്ടറിൻ്റെ മുകൾക്ക് മൊത്തം മണ്ണ് ഇടിഞ്ഞ് കിടക്കുകയാണ്. അത് ഊരാൻ വേണ്ടി പല ആൾക്കാരും വന്നിട്ടുണ്ട്. ചൈന ടെക്നിക്ക് നമ്മുടെ അടുത്ത് വേറെ ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ എന്താ വേണ്ടിയെന്ന് അറിയോ ഈ കിണറിൻ്റെ ഉള്ള ഇടിഞ്ഞ് വീണ ഏരിയ ഇല്ലേ ആ ഇടിഞ്ഞ് വീണ ഏരിയ ഒരു ബീം ഇട്ടുകാണ്ട് കെട്ടി മുറുക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക അറിയോ ഇനി മോളിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞു പോകും. അവസാനം ഈ കെട്ടിയ കല്ലൊക്കെ താഴ്ത്തു പോകും. അതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കണം എന്തേ. പിന്നെ നമ്മൾ പറിക്കണ പുല്ലിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നുള്ളിപ്പറി എന്നാണ്. നുള്ളിപ്പറിൻ്റെ പ്രത്യേകത എന്താ പറയുക കിണറിൽ ഇറങ്ങൂല ഈ നുള്ളിപ്പറിക്ക് വരുതി നന്നാക്കലല്ല അത് നുള്ളിപ്പറി. ഇതാ കിണറിലേക്ക് ഓവർ ചണ്ടി വികാത്ത കോലത്തിൽ 2 കൈകളിലെ വിരലുകൾ ഉപയോഗിച്ച് നുള്ളിപ്പറിക്കുന്നതിനാണ് നുള്ളിപ്പറി എന്ന് പറയുന്നത്. എന്തേ നുള്ളിപ്പറിക്ക് ടൈം എടുക്കും വരുതലിന് ടൈം എടുക്കൂല. ഇതാ വെല്ലം എടുത്താൽ മതി. പക്ഷേ ആ ഇരിക്കണ സെറ്റപ്പാൻ ഉണ്ടാക്കിയാ അങ്ങനെയുണ്ട് തലക്കായി വെറുതെ അങ്ങാടിയിൽ കൊലായിൽ ഇങ്ങനെ വടായി ഇരുന്നിട്ട് കാര്യമില്ല. തല പ്രവർത്തിപ്പിക്കണം. സുറ കുറച്ച് ഏരിയയിലുള്ളൂ. ആരവിടെ ചാക്കുന്നൂര് ഇട്ടിച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നെറ്റ് മാറ്റേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. നെറ്റൊന്നും മാറ്റേണ്ട ആവശ്യം വന്നില്ല. ഏയ് ടൈമിങ് എങ്കാടാ
എല്ലാ പണിയും ഉണ്ടെങ്കിയാ 5:45 കിണറിന് ഉള്ളിൽ കാണിച്ചെടുത്താ കിണറിന് ഉള്ളിൽ കാണിച്ചെടുക്ക് കാണട്ടെ ആൾക്കാർ നുള്ളിപ്പാറി എന്താ ഫിനിഷിങ് ആണ് നുള്ളിപ്പാറിൻ്റെ ഫിനിഷിങ് ആൾക്കാർ കാണട്ടെ പോരെ ഇനി ഇങ്ങോട്ട് പിടി എന്ത് പണിക്കുണ്ടല്ലോ നിങ്ങൾ നല്ല സേഫ്റ്റി ഉപയോഗിച്ചുകൊണ്ട് കാരണം നാട്ടിലിപ്പോൾ കണ്ണന്മാർ കൂടിയുണ്ട് അല്ലെങ്കിൽ തടിയുണ്ട് വടക്കാവും